അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു രേവ്സ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഡേ 10 ആണ്. ആക്ച്വലി നമ്മുടെ 100 ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 9, 10 ആൻഡ് 11 9, 10, 11 ഈ ഒരു 3 ദിവസം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണില്ല എന്ന്. കുറച്ച് എമർജൻസിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയാണ് ഗൈസ്. അപ്പം ഞാൻ ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഹെയർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് നല്ല രീതിക്ക് കുറച്ച് അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങളുടെ ഇടയിൽ കുറച്ച് ബിസിയാണ് ഞാൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു റോസ്മേരി വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ താളിയൊക്കെ നിങ്ങൾ ഈ ഒരു 3 ദിവസം ഇടാനായിട്ട്. പക്ഷേ എനിക്കങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സ് വന്നില്ല ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഒരു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ഫാമിലിയൊന്നുമല്ല. അതിൽ ഒരു സബ്സ്ക്രൈബർ ആയാലും നമ്മുടെ ഹെയർ കെയറിനെ ഫോളോ ചെയ്യുന്നത് ജെനുവിനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു കംഫർട്ട് ആയില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അതൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഉള്ള ടൈമിൽ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് 9th ഡേയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ആക്കാനും നോക്കൂട്ടോ. അപ്പോൾ നമ്മൾ 9th ഡേയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 8th ഡേയിൽ നമ്മൾ എന്തായിരുന്നു ഹെയർ ഓയിലിംഗ് ചെയ്തായിരുന്നു അല്ലേ, ഹോട്ട് ഓയിലിംഗ് മസാജ് ചെയ്ത ദിവസമായിരുന്നു 8ാമത്തെ ദിവസം. അപ്പോൾ 9ാമത്തെ ദിവസം ആക്ച്വലി ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്നവർ 9ാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്നുകിൽ ഹെയറിനെ നമ്മൾ ഹോട്ട് ഓയിലിംഗ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകിൽ ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുടി വെള്ളത്തിൽ തന്നെ കഴുകിയ ആൾക്കാർ കാണും. അതായത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കഴുകാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒന്നുകിൽ ഷാമ്പൂവിൽ വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ വെള്ളത്തിൽ നമ്മൾ സാധാ കുളിക്കുമ്പോൾ മുടി കഴിയില്ല, അങ്ങനെ കഴുകുക. അങ്ങനെ കഴുകിയിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് 9ാമത്തെ ദിവസം നിങ്ങൾക്കൊരു തിക്ക് പാക്ക് അപ്ലൈ ആക്കാം. കാര്യം അപ്പം അത്രയും ആ ഓയിൽ മുടിയിൽ ഹെയറിൽ ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊരു തിക്ക് പാക്ക് അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ താളിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ, മുട്ട വെച്ചിട്ടുള്ളൊരു പാക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഹെയർ ഓയിലിംഗ് ഡേയുടെ പിറ്റേ ദിവസം ഞാനൊരു ഹെവി പാക്കാണ് അപ്ലൈ ആക്കാറുള്ളത്. അപ്പോൾ ഹെയറിൻ്റെ ആ ഒരു ഓവറായിട്ടുള്ള ആ ഒരു ഓയിൽ പോവുകയും ചെയ്യും, നമ്മുടെ മുടി ഒരു കണ്ടീഷനിൽ നിൽക്കുകയും ചെയ്യും. സോ നിങ്ങൾക്ക് മുട്ട വെച്ചിട്ടുള്ള നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. ഒന്നും വേണ്ട, ജസ്റ്റ് മുട്ട മാത്രം അപ്ലൈ ആക്കിയാലും മതി കേട്ടോ. നല്ല ഓയിലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിൽ ഒഴിക്കേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഓയിൽ ജസ്റ്റ് 1-2 ഡ്രോപ്സ് മാത്രം ഒഴിക്കുക. ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. മുട്ടയും അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് മിക്സാക്കി തേച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയും കറ്റാർവാഴേൻ്റെ പൊടി ഉണ്ടല്ലോ അത് മിക്സാക്കി തേക്കാം. ഇതൊന്നുമില്ലെങ്കിൽ മുട്ട മാത്രവും നിങ്ങൾക്ക് അപ്ലൈ ആക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം 9ാമത്തെ ദിവസം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയറിന് ഫ്രീ ആയിട്ട് വിടുന്നെങ്കിൽ ഫ്രീ ആയിട്ട് വിടാം. ഞാൻ ഇന്നലെ സത്യത്തിൽ ഒന്നുമേ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിംഗ്, അതായത് 8ാമത്തെ ദിവസം ഹെയർ ഓയിലിംഗ് റോസ്മേരിൻ്റെ ഹെയർ ഓയിൽ ആയിരുന്നല്ലോ നമ്മളിപ്പോൾ യൂസ് ആക്കുന്നത്. സോ 9ാമത്തെ ദിവസം നിങ്ങൾ റോസ്മേരി വാട്ടർ യൂസ് ആക്കണ്ട കേട്ടോ. കാര്യം 2 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ റോസ്മേരി വാട്ടർ യൂസ് ആക്കണ്ട. വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ആക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണെങ്കിൽ നിങ്ങളത് യൂസ് ആക്കണ്ട കേട്ടോ. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് സത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. കാര്യം അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 9ാമത്തെ ദിവസം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ മുട്ട വെച്ചുള്ള പാക്ക് അപ്ലൈ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഹെയറിന് അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിക്ക് പിന്നി മടക്കി കെട്ടി വെക്കുക, അത്രയേ ഉള്ളൂ. ഹെയർ ഡാമേജ് ആവാതിരിക്കാനായിട്ടും പുറത്തുള്ള പൊല്യൂഷൻ അധികം ഡേർട്ടൊന്നും കയറാതെ ഹെയറിനെ ഒന്ന് സേഫാക്കി ഒന്ന് പിന്നി കെട്ടി മടക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി 10ാമത്തെ ദിവസം, അതായത് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്നും നാളെയും നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്നും നാളെയും വേണമെങ്കിൽ മറ്റന്നാളും കൂടി നമുക്കൊരു 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നലെയും ഇന്നും നാളെയും ചെയ്യേണ്ടതായിട്ടുള്ള, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെയും ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഇന്നലെ കഴിഞ്ഞു. 9th ഡേ, 10th ഡേ, 11th ഡേ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഒരു 3 ദിവസം ഈ മുട്ടയോ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ പെയിനും ഈരും മാറ്റാനായിട്ടുള്ള പൊടിക്കൈകൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ. നമുക്കതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാര്യം ഡാൻഡ്രഫ് നമ്മൾ കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാനുള്ള വഴി നോക്കി. ഇപ്പോൾ ഹെയർ ഫാളിൻ്റെ കാര്യം നിന്നു. ഇനി നമുക്കുള്ളത് ഈര് പെയിൻ എന്നുള്ളൊരു ശല്യമാണ്. അത് നമുക്ക് മാറ്റാനായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു പൊടിക്കൈയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ പാക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാക്കിന് വേണ്ടുന്നത് നമ്മുടെ തുളസി ഇലയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇലയും പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കണം, ബാക്കി ഇലകളൊക്കെ കഴുകി എടുക്കണം. അതിനുശേഷം ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം. എന്തായാലും നീരാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ തുളസി ഇലയും വെളുത്തുള്ളിയും മാത്രമായാലും മതി കേട്ടോ. അത് നല്ല രീതിക്ക് ചതയ്ക്കുക, അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും അടിപൊളി മെത്തേഡ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് മൊത്തത്തിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ, ടൈം കൺസ്യൂം ചെയ്യാനായിട്ട്. പിന്നെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെളുത്തുള്ളിയും തുളസിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചതച്ച് അതിൻ്റെ നീരെടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ തുളസിയില മാത്രമുള്ളെങ്കിൽ അത് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിങ്ങനെ സ്മാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നീരെടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ തേക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തുളസിയില ജസ്റ്റ് ഇങ്ങനെ തലയിൽ തന്നെ വെച്ച് നമുക്കിങ്ങനെ ഒരു ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് പെയിനും ഈരുമൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തുളസി പൊടി വാങ്ങാനായിട്ട് കിട്ടും. അത് ജസ്റ്റ് വെള്ളത്തിൽ കലക്കി ഒന്ന് അപ്ലൈ ആക്കിയാലും മതി കേട്ടോ. അതാണ് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു 3 ദിവസത്തെ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഞാനപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഈ ഒരു പാക്ക് മാത്രം ഉണ്ടാക്കിയ ഈ ഒരു പാക്ക് മാത്രമേ അപ്ലൈ ആക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു നീര് മാത്രം ഞാൻ എടുത്ത് വെച്ചേക്കാണ്. ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ തേക്കുകയാണ് കേട്ടോ, ഡൈലൂട്ടാക്കി തേക്കുന്നില്ല. കാര്യം ഈര് പേനൊക്കെ മാറാനായിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഡൈലൂട്ടാക്കാത്തത്. കാര്യം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യാൻ മതി. എൻ്റെ പാത്രം എന്തോ ഒരു കിഴുത്ത വീട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഹോള് വേണ്ടിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ നീരൊക്കെ വണ്ടിയിലായിട്ടുണ്ട്. സോ അധികം ഞാൻ വെക്കുന്നില്ല, ഹെയറിൽ ഇത് അപ്ലൈ ആക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമ്മുടെ മുടി കഴിക്കുക, ഡീറ്റാങ്കിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഡീറ്റാങ്കിൾ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടും ഡീറ്റാങ്കിൾ ചെയ്യാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം മുടി 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തെടുക്കുക. എന്നിട്ട് മുടി നമ്മുടെ കൈ കൊണ്ട് തന്നെ ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞൊന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കോമ്പ് യൂസ് ചെയ്തും ചെയ്യാം. ഞാൻ കോമ്പ് എടുക്കാനായിട്ട് മറന്നുപോയി ഗൈസ്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ അതുപോലെ ബാലായം രാവിലെ ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ തൽക്കാലം വീഡിയോ എടുത്തപ്പം ഞാൻ മറന്നുപോയാണ്. നിങ്ങൾ ബാലായം കൂടി ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഒരു പാക്ക് പെയിനും ഈരുമൊക്കെ മാറാനായിട്ടുള്ള നമ്മുടെ സൂപ്പർ വൈറൽ പാക്ക് അല്ലെങ്കിൽ സൂപ്പർ മിറക്കിൾ പാക്ക് നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ആക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വയ്ക്കാമെങ്കിലും വയ്ക്കാം, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, 9, 10, 11, 9, 10 and 11 ഈ ഒരു 3 ദിവസം നമ്മൾ ചെയ്യേണ്ട പാക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഫോളോ ആക്കുന്നത്. ഇന്നലെ ഞാനൊന്നും ചെയ്തില്ല, ഇന്നും നാളെയും ഞാൻ ഈ സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് നാളെ എനിക്ക് അപ്ലൈ ആക്കാൻ ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് സ്കിപ്പ് ആക്കാണ്ടിരിക്കുക. നാളത്തെ ഒരു ദിവസം കൂടി ഞാനൊരു എക്സ്ക്യൂസ് എടുക്കുള്ളൂ. കാര്യം എനിക്ക് നാളെ അപ്ലൈ ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് അപ്ലൈ ആക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിത് മിസ്സാക്കണ്ട, നിങ്ങളിത് അപ്ലൈ ആക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് 12th ഡേ നമുക്ക് കാണാം. 12th ഡേ ഇനി എന്തെങ്കിലും പ്രശ്നം വന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ മാക്സിമം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷനോ എന്തെങ്കിലും വേരിയേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഇൻഫോം ചെയ്യും കേട്ടോ. അപ്പോൾ അതോർത്ത് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെയല്ല മറ്റന്നാൾ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ് ആൻഡ് ബൈ.